الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب فمنهم مهتد وكثير منهم فاسقون ثم قفينا على آثارهم برسلنا وقفينا بعيسى بن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ച് നിയോഗിച്ചത് അവൻ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അനുസരണയുള്ള ദാസന്മാരായി ജീവിച്ചു മരിക്കാനും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടി പരലോകത്ത് സ്വർഗത്തിന് അർഹനായി തീരാനും വേണ്ടിയാണ്. ഈ അടിസ്ഥാനപരമായ ആവശ്യം ഒന്നാമത്തെ മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ തന്നെ അള്ളാഹു വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ. നിങ്ങൾക്ക് എൻ്റെ ഹിദായത്ത് സന്മാർഗം അത് ലഭിക്കുമ്പോൾ ആ സന്മാർഗം അനുസരിച്ച് ആരാണ് ജീവിക്കുന്നത് എങ്കിൽ അവർക്ക് യാതൊന്നും ഭയപ്പെടാനും ഖേദിക്കാനും ഇടവരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ച, ആദ്യമായി ഭൂമിയിലേക്ക് അയച്ച ആദമിനോടും ഹവ്വായോടും പ്രത്യേകം ഉണർത്തുകയുണ്ടായി. അവരോട് പറഞ്ഞു, വലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാഹീൻ. വലക്കും ഫിൽ അർളി മുസ്തഖർ, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം കഴിയാനുള്ള നിർദ്ദേശമുണ്ട്, വിധിയുണ്ട്. ആ നിശ്ചിത കാലഘട്ടം ഭൂമിയിൽ നിങ്ങൾ കഴിച്ചുകൂട്ടുക. വ മതാഉൻ ഇലാഹീൻ, ആ സമയം വരെ നിങ്ങൾക്ക് ഭൂമിയിൽ നിർണയിക്കപ്പെട്ട ആ കാലഘട്ടം നിങ്ങൾ ജീവിച്ച് പൂർത്തീകരിക്കുന്നത് വരെ നിങ്ങൾക്കാവശ്യമായ വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വിഭവങ്ങൾ ആസ്വദിച്ച് അവൻ്റെ ഭൂമിയിൽ ആ ഭൂമിയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ച് ഈ നിർണിതമായ കാലഘട്ടം കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് ഭൂമിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ഉത്തരവാദിത്വം. അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതാവശ്യങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളതും ഇവിടത്തെ ഘടന നിശ്ചയിച്ചിട്ടുള്ളതും. ഈ ഘടനയിലും ഈ പ്രപഞ്ചത്തിലും ഫിറ്റാകുന്ന രീതിയിലുള്ള കൽപ്പനകൾ, അവിടെ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളോ ബുദ്ധിമുട്ടലുകളോ ഒന്നും ഉണ്ടാക്കാതെ കണ്ട് ശാന്തമായും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ ആവശ്യമായ ഒരു ഘടന, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, ഇതാണ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളതും ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട്, പ്രയോഗിക്കാറുണ്ട്, ഇസ്ലാം എന്നത് പ്രകൃതിയുടെ മതമാണ് എന്ന്. പ്രകൃതിയുടെ മതമാണ് എന്ന് പറയുന്നതിൻ്റെ സാരം, ഈ ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഘടനയും രീതിയും പ്രകൃതിയും, ഇവിടെ താമസിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന അവന്റെ സ്വഭാവവും പ്രകൃതിയും ആവശ്യങ്ങളും, അതുപോലെ ഈ ഭൂമുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, ഈ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ജൈവഘടനയും അവയുടെ ജീവിതത്തിന് അല്ലാഹു നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്ന പ്രകൃതിപരമായ താല്പര്യങ്ങളും, ഇവ തമ്മിലൊന്നും തന്നെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയോ ഒന്ന് മറ്റൊന്നിനെ തടസ്സമായി തീരുകയോ അല്ലെങ്കിൽ ഇവ മനുഷ്യജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമോ പ്രകൃതിയോ ഇല്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രകൃതിയുടെ മതം എന്ന് പറഞ്ഞത്. ആ മനുഷ്യന്റെ പ്രകൃതി ഈ ഭൂമിയുടെ പ്രകൃതിയുമായിട്ട് ഏറ്റുമുട്ടുക, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം മറ്റ് ജീവജാലങ്ങളുടെ അവയുടെ ആവാസങ്ങളിലോ അല്ലെങ്കിൽ അവയുടേതായ ഘടനയിലോ ഗുരുതരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അവക്ക് വംശനാശം വരുത്തുക, ഇങ്ങനെയുള്ള യാതൊരു അവസ്ഥയും ഉണ്ടാക്കാതെ കണ്ട് എല്ലാവരുടെയും പ്രകൃതിയെ മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമുള്ള ഒരു ഘടനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒരിക്കലും തന്നെ ഒരു കാര്യത്തിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കുന്നില്ല. ഈ ഭൂമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഘടനയെ താറുമാറാക്കുകയോ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമായ ഈ ഐഹിക ജീവിതത്തിൽ അവന് കൊണ്ടു നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവനെ പീഡിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഇതൊന്നും അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിതക്രമം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ ആ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ചില നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ ജീവിച്ചാൽ അത് ഈ പ്രകൃതിയുമായിട്ടുള്ള നല്ല ഒരു സഹവാസവും അതുപോലെ തന്നെ നല്ല ഒരു ഇടപെടലും സാധിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അവന്റെ ജീവിതം ഒരിക്കലും തന്നെ മറ്റ് ഈ പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കി തീർക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുകയോ അതിന്റെ ഘടനയെ പൊളിക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ ആവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ ഓരോ നിർദ്ദേശങ്ങളും മനുഷ്യന് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ വളരെ സമാധാനപരമായും ശാന്തിയോടുകൂടിയും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ളതാണ്. അവന്റെ പ്രകൃതിയെ ശരിയായ രൂപത്തിൽ പരിഗണിച്ചുകൊണ്ടും അതിനർഹമായ സ്ഥാനങ്ങൾ കൽപ്പിച്ചുകൊണ്ടുമുള്ള നിർദ്ദേശങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ജീവിതവും ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എല്ലാം കൈയൊഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടാൻ വേറെ എന്തോ ഒരു കൃത്രിമമായ ജീവിത ശൈലി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നുള്ള രൂപത്തിലല്ല. നേരെ മറിച്ച് ഇവിടെ ഈ പ്രകൃതിയിൽ അള്ളാഹുവിന്റെ ഈ സൃഷ്ടി ജീവിക്കുമ്പോൾ അവൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവനാവട്ടെ ആ മേഖലയിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സുഖമായി അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിക്കൊണ്ട് അവന് മുന്നോട്ട് പോകാം.
അവൻ കച്ചവട രംഗത്താണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഒരു നല്ല കച്ചവടക്കാരനായിട്ട് അവന് മാറാം. അവന് വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കൃഷിക്കാരനാണ് എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടി അവന്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് ആ ഭൂമിയിൽ നല്ല ഒരു കർഷകനായി ജീവിക്കാൻ അവന് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയോ ആ രൂപത്തിലെ ജീവിതത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലാണ് മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത് എങ്കിൽ ആ മേഖലയിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ രംഗത്തെല്ലാം ഒരു നല്ല ഉദ്യോഗസ്ഥൻ, ഒരു നല്ല ജോലിക്കാരൻ, ഒരു നല്ല തൊഴിലാളി ആയിക്കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും അവന് നേടിയെടുക്കാം. അള്ളാഹുവിന്റെ പൊരുത്തം നേടണമെന്നുണ്ട് എങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി അവൻ ആരാധനയിലോ അല്ലെങ്കിൽ പൂജയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ മുഴുകിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ല ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില മതങ്ങളിലും അല്ലെങ്കിൽ ചില ആത്മീയമായ ദർശനങ്ങളിലുമൊക്കെ മനുഷ്യൻ ഈ രൂപത്തിൽ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവര് പൊതുവെ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞുകൊണ്ടും ഐഹികമായ ഇടപാടുകളിൽ നിന്നെല്ലാം തന്നെ മുഴുവൻ മുക്തമായിക്കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത് രണ്ടും കൂടി ഒപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്ന രീതിയിലുള്ള ഒരു ചിന്ത പല മതങ്ങളിലും പല വിശ്വാസ ആദർശങ്ങളിലും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക സമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള ചിന്തകൾ വളർന്നു വരികയോ അല്ലെങ്കിൽ ഒരു കാലത്ത് സ്വാധീനം നേടുകയോ ഒക്കെ ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ രൂപത്തിലുള്ള ചില കവിതാശകലങ്ങൾ നമ്മുടെ മഹാന്മാരായ ആളുകളുടെ വാക്കുകളിൽ നമുക്ക് കാണാനും സാധിക്കും. അവര് കരുതുന്നത് അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ ദുന്യാവിനെ തലാക്ക് ചൊല്ലിയവരാണ്, ഐഹിക ജീവിതവുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണ്. അങ്ങനെ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പിന്നെ ഒരിക്കലും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു ചിന്ത ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി നമ്മെ അത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ മുഴുവൻ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു വന്നത് മനുഷ്യൻ ഈ ഐഹിക ജീവിതത്തിൽ അവന്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഇവിടെ അവന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ എല്ലായിടത്തും അവൻ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കുക, അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ രംഗത്തും അവന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പടി അവൻ മുറുകെ പിടിക്കുക. അങ്ങനെയാകുമ്പോൾ അവന് ഐഹികമായ ജീവിതത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പ്രീതി നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഒരു കച്ചവടക്കാരൻ അവൻ നല്ല ഒരു കച്ചവടക്കാരൻ, അവന് വഞ്ചന ചെയ്യാത്തവൻ, കൃത്രിമം ചെയ്യാത്തവൻ, മറ്റുള്ളവരെ ചതിക്കാത്തവൻ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ദീനീ വിരുദ്ധമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാത്തവൻ, ആ രൂപത്തിൽ ആണ് അവൻ ആ കച്ചവടം നിർവഹിക്കുന്നത് എങ്കിൽ ആ കച്ചവടത്തിൽ പുരോഗതിയും അഭിവൃദ്ധിയും നേടി അവന്റെ ഐഹികമായ ജീവിതത്തിന്റെ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നതോടൊപ്പം അത് ഒരു സൽക്കർമ്മമായി കൊണ്ട് മാറുകയും പുണ്യകർമ്മമായി തീരുകയും അള്ളാഹുവിന്റെ തൃപ്തി അവന് ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവനുണ്ടാകുന്നു. അവൻ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ പ്രീതി നേടാൻ കച്ചവടവും വ്യാപാരവും വ്യവസായവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പള്ളിയിൽ വന്നിരുന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇസ്ലാമിന്റെ ശിക്ഷണമല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ, അന അഖ്ശാക്കും ലില്ലാഹി വ അത്ഖാക്കും ല, ഞാനാണ് നിങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ ഏറ്റവും ഏറെ ഭയപ്പെടുന്നവനും അള്ളാഹുവിനോട് ഏറ്റവും അധികം തഖ്വയുള്ളവനും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ആ പ്രത്യേക ശ്രേഷ്ഠതയുള്ള റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവനാണ്. ആ തിരുമേനി തന്നെ വിശേഷിപ്പിക്കുകയാണ്, അന അഖ്ശാക്കും ലില്ലാഹി വ അത്ഖാക്കും ല, ഞാനാണ് നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും ഏറെ ഭയപ്പെടുന്നവനും അള്ളാഹുവിനെ ഏറ്റവും ഏറെ സൂക്ഷിക്കുന്നവനും.
എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് ഈ ഔന്നത്യം കരസ്ഥമാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു പദവിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്, ഞാൻ ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിടർത്തുകയും ഞാൻ ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ മാത്രം മുഴുകിക്കഴിയുകയും ചെയ്യുന്നത് കൊണ്ടല്ല. ലാക്കിന്നി അന ഉസല്ലി വ അനാമു വ അസൂമു വ ഉഫ്തിറു വ അതസവ്വജു നിസാഅ ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഞാൻ നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ഉറങ്ങുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, അതുപോലെ ഞാൻ നോമ്പ് ഇല്ലാത്ത ദിവസങ്ങളും എനിക്ക് ഉണ്ടാവാറുണ്ട്, നിർബന്ധ നോമ്പും സുന്നത്ത് നോമ്പുകളൊക്കെ ഞാൻ അനുഷ്ഠിക്കാറുണ്ട്. എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെയുണ്ട്. അങ്ങനെ ഈ രൂപത്തിലുള്ള എല്ലാറ്റിനെയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന തരത്തിൽ എല്ലാറ്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ആരാണോ മുറുകെ പിടിക്കുന്നത്, ആ ജീവിത രീതി ആരാണോ പിന്തുടരുന്നത്, അവനാണ് എന്റെ സമുദായത്തിൽ എന്റെ അനുയായി എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ജീവിതം ആർക്ക് ഇഷ്ടകരമല്ലയോ, ആര് ഇത് ഒഴിവാക്കിക്കൊണ്ട് വേറെ ഒരു നയമോ അല്ലെങ്കിൽ വേറെ ഒരു ലൈനോ സ്വീകരിക്കുന്നുവോ, അവൻ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഇത് റസൂലിന്റെ മാതൃകയാണ്, സഹാബത്തിന്റെ മാതൃകയാണ്, അമ്പിയാക്കന്മാരുടെ മാതൃകയാണ്. അവരെല്ലാം ഓരോ മനുഷ്യനും അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജീവിത പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അവന്റെ പരീക്ഷണം. എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി ഏതെങ്കിലും ഒരു മൂലയിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷണങ്ങൾ കുറവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള വിധേയത്വവും ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുക എന്നുള്ള ആ പരീക്ഷണത്തിന്റെ ശക്തി വളരെ അളവോളം കുറഞ്ഞു പോകുന്നു. കാരണം അവനൊരു ലൈന് തെരഞ്ഞെടുത്തുകൊണ്ട് ആ ലൈനിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ്. അപ്പൊ അതല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ ഹദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുഹും വലാ യസ്ബിറു അലാ അദാഹും. ഒരു സത്യവിശ്വാസി ജനങ്ങളുമായി ഇടപഴകുന്നു, ജനകീയമായ പ്രശ്നങ്ങളിൽ അവൻ ഇടപഴകുന്നു, അതുപോലെ തന്നെ ആ ജനജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ട് അവൻ ജീവിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സത്യവിശ്വാസി അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ്, ജനങ്ങളുമായി ഇടപഴകുന്ന വ്യക്തി, വയസ്ബിറു അലാ അദാഹും, അവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അത് സഹിക്കുകയും അത് തരണം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി, ഖൈറും മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുഹും വലാ യസ്ബിറു അലാ അദാഹും, അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു വിശ്വാസിയേക്കാൾ അത്തരം ആളുകളുമായി ബന്ധമില്ലാത്ത, പൊതുജീവിതവുമായി അകന്നു നിൽക്കുന്ന, ജനകീയമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസിയേക്കാൾ എത്രയുമേറെ മഹാനാണ്, ഉത്തമനാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മൾ നേരത്തെ കേട്ട ആയത്തുകളിൽ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. വറഹ്ബാനിയതൻ ഇബ്തദഉഹാ മാ കതബനാ അലൈഹിം ഇല്ലബ്തിഗാ റിളവാനില്ലാ ഫമാ റഅഉഹാ ഹഖ്ക റിആയതിഹാ. വറഹ്ബാനിയതൻ ഇബ്തദഉഹാ, ഈ ബ്രഹ്മചര്യ എന്ന് പറയുന്ന പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു നിലപാട് അവര് വ്യാജമായിട്ട് അത് ദീനിന്റെ പേരിൽ നിർമ്മിച്ചു. വറഹ്ബാനിയതൻ ഇബ്തദഉഹാ മാ കതബനാഹാ അലൈഹിം, നാം ഒരിക്കലും തന്നെ അത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളമാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളമാണ്, ഇഞ്ചീലിന്റെ പിന്മുറക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വറഹ്ബാനിയതൻ ഇബ്തദഉഹാ, ഈ പൗരോഹിത്യം അവര് സ്വന്തമായി കണ്ടുപിടിച്ച് നിർമ്മിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഫർളാക്കിയതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എന്തുകൊണ്ട് ഫർളാക്കിയില്ല? കാരണം അത് മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിച്ചതല്ല. മനുഷ്യപ്രകൃതിക്ക് നിലക്കാത്ത തരത്തിലുള്ള ഒരു ആചാര രീതിയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയോ ആണത്. അപ്പോൾ അത് മനുഷ്യന് നടത്താൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അവർക്ക് സാധിക്കാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അവരോട് കൽപ്പിച്ചിട്ട് പിന്നെ ആ കൽപ്പനകൾ നടപ്പാക്കാത്തതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുക എന്നുള്ളത് ദുൽമാണ്.
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ജീവിയുടെയും പ്രകൃതി എന്താണ്, ആ പ്രകൃതിക്ക് ഉചിതമായ നിയമങ്ങൾ എന്താണ്, ആ നിയമങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായ ചില ഇച്ഛകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഈ ശാരീരികമായ ഇച്ഛകൾ അത് യഥാർത്ഥത്തിൽ പൂരിപ്പിക്കപ്പെടേണ്ടതുണ്ട്, പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് മനുഷ്യന്റെ ആവശ്യമാണ്, അവന്റെ ശാസ്ത്രപരമായ ഒരു ആവശ്യവും അതുപോലെ തന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവന്റെ പ്രകൃതിയുടെ ഒരു താല്പര്യവുമാണ്. അത് മനുഷ്യൻ ഉപേക്ഷിക്കണമെന്നും ആ രൂപത്തിലുള്ള ഒരു കാര്യവും അവന്റെ ജീവിതത്തിൽ അനുവദനീയമല്ല എന്നും പറയുകയാണ് എങ്കിൽ മനുഷ്യൻ അവന്റെ പ്രകൃതിക്ക് സാധ്യമല്ലാത്ത, അനുഷ്ഠിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു കൽപ്പന അവനോട് കൽപ്പിക്കുകയായിരിക്കും അതിന്റെ അനന്തരഫലം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വറഹ്ബാനിയത്തൻ ഇബ്തദഉഹ മാ കതബനാഹ അലൈഹിം, നാം അത് അവർക്കൊരിക്കലും തന്നെ നിർബന്ധമാക്കിയിട്ടില്ല, അവരെ അത് പുതുതായി നൂതനമായി കണ്ടെത്തുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഈ രൂപത്തിലുള്ള ഒരു ചിന്താഗതി വന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്നും ലോകത്ത് പലയിടത്തും ക്രൈസ്തവ മതാധ്യക്ഷന്മാരായ ആളുകൾ അവർ ഈ രൂപത്തിലുള്ള ബ്രഹ്മചര്യം പാലിക്കുന്നവരും പൗരോഹിത്യത്തെ നിലനിർത്തുന്നവരുമാണ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നവര്, പള്ളിയിലെ ഉന്നതസ്ഥാനീയരായ ആളുകൾ, അങ്ങനെയുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് വൈവാഹിക ജീവിതം നയിക്കരുത് എന്നുള്ള ഒരു ഉപാധിയും ഒരു നിയന്ത്രണവും ഒക്കെ ക്രൈസ്തവ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് യേശുക്രിസ്തുവിന്റെ 2 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ രൂപത്തിലുള്ള ആചാര സമ്പ്രദായങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. യേശുക്രിസ്തുവിന്റെ 200 നൂറ്റാണ്ടുകൾ വരെ ആ രൂപത്തിലുള്ള ആചാര സമ്പ്രദായങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ ജീവിതക്രമത്തിലോ അല്ലെങ്കിൽ മതാധ്യക്ഷന്മാരിലോ ഉണ്ടായിരുന്നില്ല എന്നും അതിനുശേഷമാണ് ഈ രൂപത്തിലുള്ള ഒരു ജീവിതക്രമം അവരിലേക്ക് കടന്നുകൂടിയത് എന്നും ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനവരെ പ്രേരിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി ഈ ബഹുദൈവ വിശ്വാസികളായ സമൂഹങ്ങളിൽ കാണുന്ന ഈ തരത്തിലുള്ള ഭൗതിക ജീവിതത്തോടും ഭൗതിക സുഖാഡംബരങ്ങളോടുമുള്ള ഈ അതിരുകവിഞ്ഞ തരത്തിലുള്ള പ്രേമവും അതിനോടുള്ള താല്പര്യവും അത് ഒരു വിപരീത ഫലം സൃഷ്ടിക്കും. ഇത് എല്ലാ സമൂഹത്തിലും എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇന്നും നമ്മുടെ സമൂഹത്തിലെ ഈ തരീഖത്തുകളും അതുപോലെയുള്ള സൂഫി ചിന്താഗതികളും ഒക്കെ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തരീഖത്തുകളും സൂഫി ചിന്തകളും ഒക്കെ കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയും കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ആധുനിക പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു മറുവശമാണ്. ആധുനിക പാശ്ചാത്യ സംസ്കാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ സുഖഭോഗങ്ങൾ അതിൽ ആറാടാൻ അവനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ തീരാത്ത തരത്തിലുള്ള ഈ രൂപത്തിലുള്ള ഭൗതിക സുഖ ആസ്വാദനത്തിന്റെ ഒരു വേദിയായിക്കൊണ്ട് അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യരും അവൻ ഒരിക്കലും തന്നെ ഈ ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചത് മതിയാകുന്നില്ല. പുതിയ മേഖലകൾ ഓരോ ദിവസവും അവന്റെ മേൽ തുറന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രംഗത്ത് പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നു. പുതിയ സുഖത്തിന്റെയും ആനന്ദത്തിന്റെയുമായ ലോകം അവന്റെ മുന്നിൽ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ ദുനിയാവ് മുഴുവൻ തന്നെ അവനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക സംസ്കാരവും ആധുനിക ശാസ്ത്രവും ആധുനിക ചിന്തയും ആധുനികമായ എല്ലാ കാര്യങ്ങളും ഈ രൂപത്തിലുള്ള ഭൗതികത്വത്തിൻ്റെതായ ഒരു കൂലം കുത്തി ഒഴുക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു മറുവശം ആത്മീയമായ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങുക എന്നുള്ളതാണ്. ഇതിനോടുള്ള വെറുപ്പ്, ഇതിനോടുള്ള എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മടക്കം അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളും അവസാനമായിട്ട് പല യോഗിമാരുടെയോ അല്ലെങ്കിൽ ശങ്കരാചാര്യന്മാരുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആത്മീയ പുരുഷന്മാരുടെയോ ഒക്കെ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അവർ അനുഭവിച്ചു കഴിഞ്ഞു, എല്ലാ തരത്തിലുള്ള തോന്നിയാസവും അവർ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ അപ്പുറമുള്ള ഒരു സുഖമില്ലാത്തതിന്റെ പേരിൽ കുറച്ച് ഇനി ആത്മീയതയിലേക്ക് പോയാൽ മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളും അതിലേക്ക് മടങ്ങുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വിഭാഗത്തിലും, ഹൈന്ദവ സമൂഹത്തിലും മുസ്ലിം വിഭാഗത്തിലും. ആ മുസ്ലിമീങ്ങളായ ചില ചെറുപ്പക്കാർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രവിശങ്കറിന്റെയും മറ്റുമൊക്കെ അവരുടെ ഫാൻസിലേക്കും അതുപോലെ തന്നെ അവരുടെ വിഭാഗങ്ങളിലേക്കുമൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ സൂഫി ചിന്തകളും ത്വരീഖത്തിന്റെ ചിന്തകളും ഒക്കെ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ ഇങ്ങനെയുള്ള ഭൗതികത്വത്തിന്റെ ഒരു മറുവശമാണ്.
യഥാർത്ഥത്തിൽ ഈ ഭൗതികത്വത്തെ, ആ ഭൗതികത്തെ നിരാകരിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത ഒരു ആത്മീയമായ ഒരു ജീവിതക്രമമുണ്ട്. ആ ആത്മീയമായ ജീവിതക്രമം ഇങ്ങനെ അതിര് തെറ്റിയതല്ല, ഇങ്ങനെ നിയന്ത്രണാധീനമായ രൂപത്തിലുള്ളതല്ല. അതിൽ മനുഷ്യനോട് പറഞ്ഞിരിക്കുന്ന ദുന്യവിയായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള അവന്റെ താല്പര്യങ്ങളോ ഒക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഒരു കുത്തും ഒരുപോലെ തന്നെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത തരത്തിലുള്ള ആസ്വാദനമല്ല. നേരെ മറിച്ച് അതിലൊക്കെ ഈ പ്രകൃതിയെ പരിഗണിച്ചുകൊണ്ടും ആ പ്രകൃതിയുടെ താല്പര്യങ്ങളെ എല്ലാം മുഴുവൻ കണക്കിലെടുത്തുകൊണ്ടുമുള്ള സന്തുലിതമായ ഒരു രീതിയാണ് അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹം ഒരു കാലഘട്ടത്തിൽ ഗ്രീക്കുകാരുടെയും അതുപോലെയുള്ള മറ്റ് ബഹുദൈവ വിശ്വാസികളുടെയും ഒക്കെ ജീവിതത്തിൽ കണ്ട ഈ ഭൗതികത്വത്തിന്റെയും ഈ ദുന്യാവിനോടുള്ള പ്രേമത്തിന്റെയും ഒക്കെ അതിര് കവിഞ്ഞ ഈ ആസക്തി, അതിന്റെ ഒരു മറുവശം എന്നുള്ള രൂപത്തിലാണ് അവരിൽ ആത്മീയ ചിന്തയും ഇങ്ങനെ വിവാഹത്തോടും കുടുംബജീവിതത്തോടും ഒക്കെയുള്ള വെറുപ്പും വിദ്വേഷവും ഉടലെടുത്തത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന്, ഈ മറ്റു തരത്തിലുള്ള പല ചിന്തകളും ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഈ അവരെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാം വ്യക്തമായ ജീവിതത്തെ മുഴുവനായി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ജീവിത മാതൃക അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മഹത്തായ ഒരു സമ്പൂർണമായ ഒരു ശരീഅത്ത് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചീൽ എന്ന് പറയുന്നത് തൗറാത്തിനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വേദഗ്രന്ഥമായിരുന്നു. തൗറാത്ത് എന്ന് പറയുന്ന മൂസാ നബി അലൈഹി സ്വലാമയുടെ വേദഗ്രന്ഥം, ആ തൗറാത്തിനെ അംഗീകരിച്ചുകൊണ്ടും അതിനെ ശരിവെച്ചുകൊണ്ടും അത് പറയുന്ന കാര്യങ്ങൾ സ്വയം സമുദായത്തിനും ബാധകമാക്കിക്കൊണ്ടും അതോടൊപ്പമുള്ള ചില വിശദാംശങ്ങൾ എന്നുള്ള രൂപത്തിലാണ് ഇഞ്ചീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയിലൂടെ ഈ ക്രൈസ്തവ വിഭാഗത്തിന് നൽകിയത്. പക്ഷേ ജൂതന്മാരായ വിഭാഗത്തോടുള്ള ആ വിദ്വേഷവും ശത്രുതയും കാരണം അവർ കൊണ്ട് നടക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ തൗറാത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീഅത്തോ ക്രൈസ്തവ വിഭാഗങ്ങൾ തള്ളിക്കളയുകയുണ്ടായി. അവരുടെ കയ്യിലുള്ള ഇഞ്ചീലാവട്ടെ അവരുടെ ജീവിതത്തിന് മുഴുവൻ ആവശ്യമായ ഒരു മാർഗദർശനം നൽകാൻ പര്യാപ്തവും ആയിരുന്നില്ല. അപ്പോൾ കൂടുതൽ അവർക്ക് ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളുമൊക്കെ മറ്റ് തരത്തിലുള്ള പല ആദർശങ്ങളിൽ നിന്നും പല ചിന്താ സംഹിതകളിൽ നിന്നുമൊക്കെ കടമെടുക്കാൻ അവർ തുടങ്ങി. അങ്ങനെയാണ് ബുദ്ധമതത്തിലെയും ഹൈന്ദവ മതത്തിലെയും അതുപോലെ പേർഷ്യൻ മതത്തിലെയും ഒക്കെയുള്ള ഈ രൂപത്തിലുള്ള സന്യാസവും ഇങ്ങനെയുള്ള സുഹുദും ഈ രൂപത്തിലുള്ള ജീവിത നിരാസവും ഒക്കെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രൂപത്തിലൊക്കെയുള്ള വികൃതമായ തരത്തിലുള്ള ഒരു ആത്മീയതയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിലനിൽക്കുകയും അതാണ് അവര് ആത്മീയതയുടെ ഒരു ഔന്നത്യത്തിന്റെ മാനദണ്ഡമായി കൊണ്ട് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതേ അവസരത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ഇസ്ലാം അതിന്റെ അനുയായികളോട് നിർദ്ദേശിച്ചതുമായ ആത്മീയത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ പൗരോഹിത്യത്തിന്റെയോ അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിന്റേതോ ആയ ഒരു ജീവിതക്രമമല്ല. നേരെ മറിച്ച് ഇവിടെ മനുഷ്യന് അവന്റെ ശാരീരികമായ ഇച്ഛകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഒരു മാർഗദർശനം തന്നെ ആ വിഷയത്തിൽ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഇസ്ലാം ഈ ലൈംഗികമായ സദാചാരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ എണ്ണി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച രീതിയിൽ മാത്രമേ അവർ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ. അത് ഇസ്ലാം വളരെ കർശനമായി അതിന്റെ അനുയായികളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതും കുടുംബജീവിതം നയിക്കുക എന്നുള്ളതും ഒരു മോശമായ കാര്യമല്ല. മനുഷ്യന്റെ പ്രകൃതിയുടെ ഒരു താല്പര്യമായും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ
ഈ അനുവദിച്ച രീതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ചാട്ടം അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾ പാലിക്കാതെയുള്ള അനിയന്ത്രിതമായ തരത്തിലുള്ള ലൈംഗിക ജീവിതം, ഇത് ഇസ്ലാം വളരെ കർശനമായി തടയുകയും അതിന് കനത്ത ശിക്ഷ നൽകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ കെട്ടുനാറുന്ന, സദാചാരപരമായിട്ട് അങ്ങേയറ്റം ദുർവാസന ഉണ്ടാക്കുന്ന ഒരു സമൂഹമായിട്ട് അത് അധപ്പതിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ വളരെ ശക്തമായ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വശത്ത് നൽകുന്നു. വിവാഹ ജീവിതം നയിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ആ വിവാഹ ജീവിതത്തിന് ചെറുപ്പക്കാരായ ആളുകൾ ആർക്കൊക്കെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ അവർ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, യാ മഅ്ശറ ശബാബ് മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. യുവാക്കളെ, നിങ്ങൾ വിവാഹശേഷി വന്നാൽ പിന്നെ കാത്തിരിക്കേണ്ടതില്ല, അത് നീട്ടിക്കൊണ്ടു പോവരുത്, നിങ്ങൾ വിവാഹിതരാകുവീൻ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ വിവാഹത്തിന്റെ മുന്നിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അത് എത്രത്തോളം സുഗമമാക്കി തീർക്കാം, അത് എത്രത്തോളം സമൂഹത്തിൽ പ്രചരിപ്പിക്കാം, ഇതാണ് ഇസ്ലാം ചിന്തിക്കുന്നത്. അങ്ങനെ ആ രൂപത്തിൽ സമൂഹത്തിൽ നിയമാനുസൃതമായ ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന് ഇസ്ലാം താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണ് യുവാക്കളായ ആളുകളെ ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വിവാഹിതരാവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹ ജീവിതം നയിക്കാൻ പ്രയാസപ്പെടുന്നവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരോ ആയ ആളുകൾക്ക് സഹായം ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് സമൂഹത്തോടും ഇസ്ലാം നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്, വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും ഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. നിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാതെ കഴിഞ്ഞുകൂടുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ അവർക്ക് കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നിർദ്ദേശിക്കുന്നു. എല്ലാ ഷർത്തുകളും എല്ലാ ഉപാധികളും എല്ലാ മുൻകരുതലുകളും പൂർത്തിയായതിന് ശേഷമേ ഞാൻ വിവാഹിതനാകൂ എന്ന് ആരും തന്നെ തീരുമാനിക്കേണ്ട. കുറച്ചൊക്കെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് സംഗതികളൊക്കെ നന്നായി തീരും എന്നുള്ള രൂപത്തിൽ കുടുംബജീവിതത്തിന് തയ്യാറായിക്കൊള്ളട്ടെ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി. അവർ സാമ്പത്തികമായൊക്കെ പിന്നാക്കം നിൽക്കുന്ന പാവപ്പെട്ടവരാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടായിക്കൊള്ളും എന്ന് അത്തരം ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഒരു മാനസികമായ ഒരു പ്രേരണ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ എത്ര കണ്ട് വിവാഹ ജീവിതത്തെ ലളിതമാക്കാനും വിവാഹ ജീവിതത്തെ സാർവത്രികമാക്കാനും സാധിക്കുന്നുവോ അത് ചെയ്യാനാണ് ഇസ്ലാം അതിന്റെ അനുയായികളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ വിവാഹത്തിൽ നിന്നും കുടുംബ ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ സമൂഹത്തെ മുഴുവൻ തന്നെ ഈ വിവാഹവും കുടുംബവും ഒക്കെ ഇന്ന് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതിനെ ഒരിക്കലും ദീനുൽ ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ മാനദണ്ഡങ്ങളും ഇസ്ലാം വിവാഹ ജീവിതത്തിൽ പരിഗണിക്കാൻ വേണ്ടി നമ്മോട് പറയുന്ന കാര്യങ്ങളുമൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. നാം വേറെ തരത്തിലുള്ള പല മാനദണ്ഡങ്ങളും ഉണ്ടാക്കി ഈ കുടുംബജീവിതത്തെയും വൈവാഹിക ജീവിതത്തെയും കൂടുതൽ കുടുസാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നല്ലോ, ഇദാ ജാഅക്കും മൻ തർലൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജൂഹു. ഒരാളുടെ സ്വഭാവവും അയാളുടെ മതനിഷ്ഠയും അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ദീനും അതുപോലെ തന്നെ സൽസ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹാന്വേഷണവുമായിട്ട് വരികയാണെങ്കിൽ അയാൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. വഇല്ലാ തഫഅലു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. വേറെ മാനദണ്ഡങ്ങളാണ് നിങ്ങൾ വെക്കുന്നത് എങ്കിൽ, വേറെ ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ, നിങ്ങൾ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുള്ള അവരുടെ വരന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ രൂപത്തിലുള്ള മാനദണ്ഡമല്ല വെക്കുന്നത് എങ്കിൽ ഫിത്നയും ഫസാദും ഉണ്ടാകും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദീനുള്ളവളാണോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ആ ദീനിന്റെയും സൽസ്വഭാവത്തിന്റെയും വശത്തിന് മുൻഗണന നൽകി അവരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ഈ വിവാഹ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ലളിതമാണ്. ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ തലേ ദിവസം ഒരു കർമ്മം, ഒരു ആഘോഷം, അതുപോലെ തന്നെ വിവാഹത്തിന്റെ ദിവസം വന്ന് വേറെ ആഘോഷങ്ങൾ, പിന്നെ അത് കഴിഞ്ഞാൽ പുതിയാപ്ല സൽക്കാരങ്ങളും മറ്റുമായിക്കൊണ്ട് ആഘോഷങ്ങളുടെ തന്നെ ഒരു ഘോഷയാത്ര, ഇതൊന്നും തന്നെ ഇസ്ലാമിൽ ഉള്ളതല്ല. നേരെ മറിച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു വിവാഹ കർമ്മമാണ് ഇസ്ലാം അതിന്റെ അനുയായികളെ
പഠിപ്പിക്കുകയും അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വലിയ ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ്, ആ രക്ഷിതാവ് ഉണ്ടാവുക, 2 സാക്ഷികൾ ഉണ്ടാവുക. 2 സാക്ഷികൾ എന്ന് പറയുന്നത് ഈ കർമ്മം നിയമാനുസൃതമായ കർമ്മമാണ് എന്ന് തെളിയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെയുള്ള നിയമങ്ങൾ ഗവൺമെന്റുകൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ 14-15 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു വിവാഹം നടക്കുമ്പോൾ അതിന് സാക്ഷികൾ വേണം എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചത് ഈ രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 2 വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഈ ലൈംഗിക ബന്ധങ്ങൾ അത് നിയമാനുസൃതമായ ബന്ധമാണ് എന്നും അതിന് തീർച്ചയായും തന്നെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ സമ്മതമുണ്ട് എന്നും അത് ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരുത്തന്റെ കൈപിടിച്ചു കൊടുത്ത ഒരു ബന്ധമാണ് എന്നും അവർ സ്വയം തിരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ ആകസ്മികമായി ഉണ്ടായതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ള ഒരു ആവശ്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു ടെമ്പററി ബന്ധമോ അല്ല ഇത് എന്ന് സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള വ്യവസ്ഥകളെല്ലാം ഇസ്ലാം വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സമൂഹത്തിൽ വിവാഹം വളരെ വിപുലമായ തോതിൽ നടക്കുകയാണ് എങ്കിൽ തീർച്ചയായും തന്നെ ഇന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ ചെറുപ്പക്കാരായ ആളുകളെ വിവാഹ ജീവിതം നയിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുകയും അവരെ ആ രംഗത്ത് മുന്നോട്ട് വരികയും ഈ മാനദണ്ഡങ്ങൾ, ദീനീയായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ അവർ ശ്രദ്ധിക്കുകയുമാണ് വേണ്ടത്. ഇതിങ്ങനെയുള്ള നിർദ്ദേശങ്ങളുടെ അഭാവത്തിലാണ് അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് ഇതല്ല ആത്മീയത എന്നും ഇതല്ല മതവിശ്വാസത്തിന്റെയും ദൈവഭയത്തിന്റെയും താല്പര്യം എന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് വലിയ അപകടത്തിൽ പോയി ചാടിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, പത്രങ്ങളൊക്കെ വായിച്ചാൽ അവരുടെ ലോകാടിസ്ഥാനത്തിലുള്ള മതാധ്യക്ഷന്മാർ മുഴുവൻ തന്നെ അവര് മാപ്പപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് മാപ്പപേക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പള്ളിയിലെ പുരോഹിതന്മാരും അച്ഛന്മാരുമായ ആളുകളിൽ നിന്ന് സംഭവിച്ച അവിഹിതമായ വീഴ്ചകൾ, അതുപോലെ തന്നെ മറ്റ് സ്ത്രീ പീഡനങ്ങൾ, ഈ സ്ത്രീ പീഡനങ്ങളുടെ പേരിൽ ലോകത്തോട് മുഴുവൻ തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. വേറൊരു വശത്ത് അവരുടെ നഷ്ടപരിഹാരത്തിന്റെ തുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിൽ രൂപകൾ ഈ രൂപത്തിൽ നഷ്ടപരിഹാരം, ഇതിൽ പീഡിതരായ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇങ്ങനെ അങ്ങനെ ചർച്ചുകളും അതുപോലെയുള്ള മറ്റ് മതകേന്ദ്രങ്ങളും ഒക്കെ പാപ്പറായി പോകുമോ എന്ന് പോലും തോന്നുന്ന തരത്തിലുള്ള ആ ലൈംഗികമായ അരാജകത്വങ്ങളാണ് അവയുടെ ആ മേഖലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതികൾ മാനിക്കാതെ കണ്ട് മനുഷ്യന് ആവശ്യമായ രീതിയിലുള്ള അവന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കണ്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും സമൂഹവും അതുപോലെ തന്നെ ഓരോ മതവിഭാഗങ്ങളും കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ പ്രസക്തിയും ഇസ്ലാമിന്റെ കുടുംബജീവിതത്തിന്റെ പവിത്രതയും ഏത് തരത്തിലുള്ള ഒരു ശുദ്ധമായ ഒരു പ്രകൃതിയെയും കുടുംബത്തെയും ഉണ്ടാക്കാനാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത് എന്നും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾ ഈ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും അത് അവഗണിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിത്തീരുന്നത് എന്നും നമ്മുടെ ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് തിരിച്ചുപോക്കാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.